ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നോമ്പിൻ്റെ 21-ാം ദിവസം നമുക്ക് ധ്യാനിക്കാൻ ലഭിച്ചിരിക്കുന്ന വിഷയം പൂർണ്ണത സാധ്യമാക്കുന്ന തിരിച്ചറിവുകൾ. അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം 1 പത്രോസ് 2:1-10 വരെയുള്ള വാക്യങ്ങൾ. ഈ ഭാഗത്തിൽ ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ആത്മീയ വളർച്ചയും പൂർണ്ണതയിലേക്കുള്ള യാത്രയും വ്യക്തമാക്കുന്നു. പൂർണ്ണത സാധ്യമാക്കുവാൻ ചില തിരിച്ചറിവുകളിലൂടെ നാം കടന്നു പോകേണ്ടതുണ്ട് എന്ന് ക്രിസ്തുവിൻ്റെ ശിഷ്യനായ പത്രോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മോശമായ ചിലത്, പ്രത്യേകിച്ച് ചതിവ്, വ്യാജഭാവം, അസൂയ, നുണ മുതലായവ നീക്കിക്കളയുവാനായിട്ട് പത്രോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തീയ പക്വത പ്രാപിപ്പാൻ നമ്മുടെ അടിസ്ഥാന ശിലയായ യേശു എന്ന കല്ലിൽ തട്ടി വീഴുകയും പിന്നീട് നാം പണിയപ്പെടുകയും ചെയ്യും. ക്രിസ്തുവിൽ നാം വീണ്ടും ജനിക്കുമ്പോൾ നാം ജീവനുള്ള കല്ലുകളായി മാറുന്നു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന നമുക്ക് യേശു ഒരു മൂലക്കല്ലാണ്, എന്നാൽ വിശ്വസിക്കാത്തവർക്ക് ഇടർച്ചക്കല്ലായി മാറുന്നു. വിശുദ്ധ പത്രോസ് മറ്റു ചില തിരിച്ചറിവുകൾ കൂടി നമുക്ക് നൽകുന്നുണ്ട്. നമ്മുടെ വിശുദ്ധ പദവിയെ പറ്റിയാണത്. നാം ഓരോരുത്തരും യേശുവിൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണമുള്ള രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു എന്ന് വിശുദ്ധ പത്രോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും ഒരു അനുഗ്രഹീതമായ വിശുദ്ധ പദവിയിൽ എത്തിച്ചേരുവാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. യേശുക്രിസ്തുവിൽ നിന്ന് കരുണ ലഭിപ്പാൻ തക്കവണ്ണമുള്ള ദൈവത്തിൻ്റെ ജനം ആയി തീരുവാൻ ഈ നോമ്പ് കാലത്ത് നാം ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ ധ്യാനം അവസാനിപ്പിക്കുന്നു. ദൈവം ഓരോരുത്തരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.